അസ്സലാമു അലൈക്കും. ഞാൻ മാവൂർക്കാരനാണ്. എല്ലാവരും മാവൂരലിയൻ എന്നാണ് എന്നെ വിളിക്കാറ്. ഞാൻ കണ്ടിയിലെ പുതിയാപ്പിളാണ്. തച്ചീപുറത്ത് അസൻ കുട്ടിയാജിയുടെ 6 മരുമക്കൾ ഉള്ളത് 5 ആൾ മരിച്ചു, ഞാൻ ഒന്നേ ഉള്ളൂ. ഞാൻ 965 എൻ്റെ കല്യാണം. 17/6/65. 60 കൊല്ലം കഴിഞ്ഞു. 60 കൊല്ലം 1 മാസമായി. എനിക്ക് 79 വയസ്സായി. ശ്വാസം മുട്ടലാണ്. സംസാരിക്കാനൊക്കെ കുറച്ച് വിഷമമുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയും. അതിൽ വരുന്ന തെറ്റുകൾ നിങ്ങൾ തിരുത്തി വായിക്കണമെന്ന് ആദ്യം നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ മാവൂരിൽ നിന്ന് നടന്നിട്ടാണ് വരാറ്. അന്ന് വണ്ടി വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം. 1 മണിക്കൂർ വേണം നടന്ന് ഇവിടെ എത്തണമെങ്കിൽ, കണ്ടിയിലെത്തണമെങ്കിൽ. കൂടെ എൻ്റെ ഭാര്യ ആമിനക്കുട്ടി ഉണ്ട് എങ്കിൽ 2 മണിക്കൂറാവും. അത് വെല്ലേ നടക്കുകയുള്ളൂ. ആദ്യം ഞാൻ വരുന്ന വഴിക്ക് മണിമുണ്ടയിൽ കയറും, നമ്മളെ ഉമ്മൻ്റെ അടുത്ത്. പിന്നീട് അതിലെങ്ങനെ നടന്നിട്ട് വന്നിട്ട് ഞാൻ പുളിയുള്ള കണ്ടി നമ്മളെ ഉമ്മ വല്യമ്മൻ്റെ അടുത്ത്, അവിടെയും കയറും. അവരൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ എന്തെന്നറിയുമോ, ഇവർ 2 ആളും നല്ല വെറ്റില മുറുക്ക് ഉള്ള ശീലിച്ചവരായിരുന്നു. അവർക്ക് ഞാൻ 2 പുകല വാങ്ങും. 1 പോല അവിടെയും 1 കൊല ഇവിടെയും കൊടുക്കും, 2 ഉമ്മമാർക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. വെറ്റില അടക്കമൊക്കെ അവിടെ ഇഷ്ടമാതിരി ഉണ്ടാവും. അപ്പോൾ അവരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി പുകല മാത്രമേ കൊടുക്കുക, വേറെ പലഹാരങ്ങളോ മറ്റോ ഒന്നും കൊടുക്കാറില്ല. ഞാൻ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ളൊരു വിവരണം ഞാൻ സ്വരൂപിച്ചത് ഞാനിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് മാത്രം നിങ്ങളെ കേൾപ്പിക്കാം എന്നല്ലാതെ മറ്റുള്ള പ്രസംഗമൊന്നും ഞാൻ നടത്തുന്നില്ല. നമ്മളെ വലിയ അപ്പം കണ്ടിയിൽ അബ്ദുറഹ്മാൻ ഹാജി. അബ്ദുറഹ്മാൻ ഹാജിയുടെ വാപ്പ മുഹമ്മദ് കോയ പുലക്കുത്ത്. മുഹമ്മദ് കോയയുടെ വാപ്പ മൊയ്തീൻ കോയ എന്നായിരുന്നു. അപ്പോൾ ഈ പുലക്കുത്ത് മുഹമ്മദ് കോയയുടെ മക്കളെ ഒരിതാണ് ഞാൻ ശരിയാക്കിയത്. അത് അബ്ദുറഹ്മാൻ ഹാജി കള്ളന്തോട്, മാമു മണിമുണ്ട, മൊയ്തീൻകുട്ടി എളമ്പിലാശ്ശേരി, വീരാമുസ്ലിയാർ അരീക്കോട്, കുഞ്ഞാലി പറമ്പാട്ടുമ്പൽ. ഈ അബ്ദുറഹ്മാൻ ഹാജിയുടെ മക്കൾ മുഹമ്മദ് കുട്ടി ഹാജി, വീരാൻകുട്ടി ഹാജി, ആലിക്കുട്ടി ഹാജി, അസൻകുട്ടി ഹാജി, മുഹമ്മദ് ഹാജി, മറിയ മുണ്ടോട്ട്, ആമിന മണിമുണ്ട. പിന്നെ ഒരു ആളുണ്ട് കണ്ടാരത്തൊടി, പേര് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കണ്ടാരത്തൊടി മാത്രമേ എഴുതിയിട്ടുള്ളൂ. മാമയുടെ മക്കൾ മുഹമ്മദ് കുട്ടി, ആലിക്കുട്ടി, അഹമ്മദ് കുട്ടി, അബ്ദുറഹ്മാൻ കുട്ടി, മുഹമ്മദ് എന്ന ചെർമാൻ കാക്ക എന്നെല്ലാവരും പറയുക, പേര് മുഹമ്മദാണ്. ഖദീജ നറുക്കിൽ, ഉണ്ണി പാത്തുമ്മ കള്ളന്തോട്, കണ്ടിയിലേക്ക് എന്നാ കടിച്ചത് തച്ചീൽപ്പുറത്ത്. മൊയ്തീൻ കുട്ടി എളമ്പിലാശ്ശേരി. അതിന് ബിച്ചുണ്ണി ഉമ്മർകുട്ടി, ബിച്ചുണ്ണിയാക്കൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, ചിറ്റാരിപ്പിലാക്കൽ. പാത്തുമ്മ തെരട്ട. വീരാമുസ്ലിയാർക്ക് മുഹമ്മദ് മൗലവി, ആമിന. അങ്ങനെ 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. പാപ്പ ചെറുപ്പത്തിൽ മരിച്ചു പോയിക്കണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ മുഹമ്മദ് മൗലവിക്ക് അബ്ദുൽ റഷീദ്, അബ്ദുൽ ഹക്ക്, ആമിന, ഫാത്തിമ, നജീല, യൂസുഫ് അലി, ജലാലുദ്ദീൻ, സൗദ്. ആമിന പനങ്ങോട്ട്, അത് നമ്മളെ താത്തൂരാണ് താമസം. അത് ഞാനൊരു ദിവസം കല്യാണം കഴിഞ്ഞ ഉടനെ തച്ചീൽപ്പുറത്ത് കണ്ടിയിൽ വന്നപ്പോൾ ഈ ആമിന അവിടെ ഉണ്ട്, ഈ മക്കളും 4 ചെറിയ മക്കൾ. അന്നൊക്കെ പട്ടിണിയുള്ള കാലം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ്. ഇവർ എൻ്റെ കുടുംബമാണ്. എന്നെ എളാപ്പാണ് കെട്ടിയത്, ആമിന പനങ്ങോട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ കുടുംബം എന്ന്. അപ്പം എന്നോട് പറഞ്ഞു ഇതിൻ്റെ മൂത്താപ്പാണ്
മൂത്താപ്പൻ്റെ വീടാണിത് എന്നൊക്കെ പറഞ്ഞു നിന്നുകൊണ്ട് മൂത്താപ്പൻ്റെ ഇച്ചാപ്പ. അങ്ങനാണ് അത് നമ്മളെ കുടുംബം ഞാൻ മനസ്സിലാക്കുന്നത്. ആ ആമിനക്ക് 5 മക്കൾ: മുഹമ്മദ്, അബ്ദുള്ള, മുഹമ്മദ്, പാത്തോമ, മൂസ. അത് മൂസ, പാത്തോമ, മുഹമ്മദ് 3 ആൾ മരിച്ചു. ഇനി 2 ആളുണ്ട്, അബ്ദുള്ള, മുഹമ്മദ്. ഒന്ന് കാരശ്ശേരി, ഒന്ന് ചോണാട്ടുമാണ് താമസം. പിന്നെ കുഞ്ഞാലി പറമ്പാട്ടുമ്മൽ, അവരുടെ മക്കൾ ആയിഷ, ആമിന, ഉമ്മാച്ചു, മൊയ്തീൻകുട്ടി, ഖദീജ. 5 മക്കൾ അവർക്ക്. അപ്പോൾ ഞാൻ 5 മക്കളതൊക്കെ മരിച്ചു പോയവരാണ്. ഇതിൽ ബാക്കി ജീവനുള്ള ആരുമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും ഇത് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടി ഇവരുടെ മക്കളെയും ചേർത്തും ഞാൻ വേറെ ലിസ്റ്റ് ഉണ്ടാക്കിയതാണ്. മുഹമ്മദ് എന്ന ചെറുമാൻ, അതിൻ്റെ മക്കൾ ഫാത്തിമ, ഖദീജ, കുഞ്ഞിന്നാണ് വിളിക്കുക, ബീച്ചി, ചെറിയോള്, ഖദീജ നറുക്കിൽ. ഖദീജൻ്റെ മക്കൾ മുഹമ്മദ്, ആലിമാൻ, അബൂബക്കർ കുട്ടി, മാമുക്കുട്ടി, അബ്ദുള്ള, ഫാത്തിമ, ആലിക്കുട്ടി, മണിമുണ്ട, അബ്ദുൾ റഷീദിന് പെങ്ങന്മാരുണ്ട്. വല്ല പേരൊക്കെ കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. പിന്നീട് അബ്ദുറഹ്മാൻ കുട്ടി, മണിമുണ്ട. വല്ല മക്കൾ അബ്ദു, ബാബു, ഫാത്തിമ, മറിയം, ഖദീജ, ആമിന, ആയിഷ, സഫിയ, റുക്കിയ, സുബൈദ, സൈനബ. അഹമ്മദ് കുട്ടി, മണിമുണ്ട. മാമു, അബ്ദുറഹ്മാൻ, മുഹമ്മദ്, ആലി, ഹസൻകുട്ടി, ഉമ്മയ്യ, ഖദീജ, ഫാത്തിമ. മുഹമ്മദ് കുട്ടി, മണിമുണ്ട. മാമുക്കുട്ടി, മുഹമ്മദ് അലി, മജീദ്, മാളു, ആമിന, ആയിഷ, ബീച്ചി, ഖദീജ. മറിയ മുണ്ടോട്ട്. അബ്ദുറഹ്മാൻ, കുഞ്ഞുമയി, മുഹമ്മദ് കുട്ടി, അബ്ദുള്ള, ആലിക്കുഞ്ഞി, മുഹമ്മദ്, ഫാത്തിമ, ഉമ്മയ്യ, ആമിന, ആയിഷ, സൈനബ, ഖദീജ. മുഹമ്മദ് അജി, പിലാശ്ശേരി. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, ഉമ്മർ, നസീർ, സൈനബ, ഖദീജ, ഫാത്തിമ, ആയിഷ. ഹസൻകുട്ടി ഹാജി, തച്ചീലിപ്പുറത്ത്. അബ്ദുറഹ്മാൻ, മാമു, മുഹമ്മദ് കുട്ടി, അബ്ദുള്ള, ഉമ്മയ്യ, ഫാത്തിമ, ആയിഷ, ആമിന, ഖദീജ, നബീസ. ആലിക്കുട്ടി ഹാജി, തെങ്ങിൻതോട്ടത്തിൽ. അബ്ദുറഹ്മാൻ കുട്ടി, മുഹമ്മദ്, കുഞ്ഞാലി, അബൂബക്കർ, അബ്ദുള്ള, ഉമ്മയ്യ, പാത്തുമ്മൈ, മറിയ, സൈനബ, ആമിന, ആയിഷ. വീരൻകുട്ടി ഹാജി, കണ്ടിയിൽ. അബ്ദുറഹ്മാൻ കുട്ടി, അബ്ദുള്ള, ഹസൻകുട്ടി, മുഹമ്മദ് കുട്ടി, ആലി, ഹസൈൻ, കുഞ്ഞിപ്പാത്തും, ഫാത്തിമ. മുഹമ്മദ് കുട്ടി ഹാജി, കണ്ടിയിൽ. അബ്ദുറഹ്മാൻ കുട്ടി, ആലി, അബ്ദുള്ള, മുഹമ്മദ്, ബീരാൻ, അബൂബക്കർ, ആമിന, ഖദീജ, മറിയ, കുഞ്ഞിപ്പാത്തുമ്മ, ഫാത്തിമ. ബിച്ചിന്നി എന്ന മുഹമ്മദ്, ശരിബിലാക്കൽ. മൊയ്തീൻകുട്ടി, അഹമ്മദ് കുട്ടി, പാത്തുമ്മ, ആമിന, ആയിഷക്കുട്ടി, ഖദീജ, സൈനബ. ഉമ്മർ കുട്ടി, മൊയ്തീൻകുട്ടി. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഉമ്മർ കുട്ടിക്ക്. ഇത് ഇങ്ങനെയാണ് ശരിയാക്കി. എന്താണെന്നറിയോ? ആ ഷീറ്റിലുള്ള മുഴുവൻ ആൾക്കാരും മരിച്ചവരാണ്. ജീവിച്ചിരിക്കുന്നവരാരുമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും ബാപ്പാരാധ എന്ന് ഈ ഷീറ്റ് കൊടുത്താലും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് മക്കളെ കിട്ടിയില്ല, തെരട്ടായ എഴുതിന് അത്രേ ഉള്ളൂ. മക്കളെ പേര് കിട്ടാത്തത് കൊണ്ട് എഴുതിയില്ല. അപ്പം ഞാൻ ഈ അവസാനം എഴുതിയ മക്കളെ ഷീറ്റ് ഓൽക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓല വാപ്പാരെ ഓൽക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് വേണം. വീട്ടിപ്പോൾ ഓല വാപ്പ ഏതാണെന്ന് ഓൽക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതാണ് ഓരോ വാപ്പാരെ മക്കളെയും ഞാൻ വേറെ ചേർത്തിട്ട് ഇത്രയും പേജൊക്കെ ഉണ്ടാക്കിയത്. ഇവർക്കിപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. മരിച്ചവരുണ്ട് കുറേ. അപ്പോൾ ഞാൻ മരിച്ചില്ലേ. അങ്ങനെ ഈ ചീട്ട് ഞാൻ ഇപ്പം ആദ്യം കൊടുത്തതിന് പുറമെ ഇപ്പോൾ ശരിയാക്കിയതാണ്. അതായത് മക്കൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വലിയ സുഖമില്ല. ശരി, അസ്സലാമു അലൈക്കും.